ഹിജാബ് വിവാദം തുടരുകയാണ്. നിർഭാഗ്യവശാൽ അത് തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അതിന് രാഷ്ട്രീയ മാനങ്ങൾ കൂടി കൈവരികയാണ്. ഈ ചർച്ച എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. നമ്മൾ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയൊരു ചർച്ച ചെയ്യാനിടയാവുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ആദ്യമേ തന്നെ പറയാനുള്ളത്. ഒരു നിയമത്തിൻ്റെ സാങ്കേതികത്വത്തിൽ മനുഷ്യനെയും മാനവികതയും മറന്നുപോകുന്നത് ഒട്ടും ഗുണകരമായ ഒന്നല്ല ഏതൊരു സമൂഹത്തിനും. ഞാനൊന്ന് വെറുതെ സങ്കല്പിക്കുകയാണ്, ഈ റീത്ത സ്കൂളിലെ മാനേജർ യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുക? TC എഴുതാൻ വരുന്ന ആ അച്ഛനോട് എന്തായിരുന്നു പറയുമായിരുന്നത്? ആ കുഞ്ഞിനോട് എന്താകുമായിരുന്നു ചെയ്യുമായിരുന്നത്? ഇന്നിപ്പോൾ 2 TCകൾ കൂടി എഴുതാൻ വരുന്ന രക്ഷിതാവിനോട് എന്തായിരുന്നു പറയുമായിരുന്നത്? ആ കുട്ടിയെ അരികിൽ ചേർത്തു നിർത്തി തലയിലെ ആ ഹിജാബിലൊന്ന് തലോടി സ്നേഹത്തോടു കൂടി 2 വാക്കൊരു പക്ഷേ ജീസസ് ക്രൈസ്റ്റ് പറയുമായിരിക്കും. കുഞ്ഞെ നന്നായി പഠിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം എന്ന മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്? ആ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയല്ലേ ഈ സ്കൂൾ എന്ന സംവിധാനം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്? മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും പ്രതിപുരുഷനല്ലേ ജീസസ് ക്രൈസ്റ്റ്? ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു ആശയസംഹിത പറ്റുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് നമുക്കിങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു പോകും. പക്ഷേ ഞാൻ ഒരിക്കലും ആ വിഭാഗത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിയെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ആ വ്യക്തിയുടെ പ്രശ്നമല്ല, അവർ വീണുപോയിരിക്കുന്ന അബദ്ധധാരണയുടെ പ്രശ്നമാണ്. കാരണം ഞാൻ എൻ്റെ ശിരസിലൊരു ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി ഒരു ശിരോവസ്ത്രം ധരിച്ചു വരുമ്പോൾ അത് കാണുമ്പോൾ ഭയപ്പെടുന്നു എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ അത് അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ എങ്ങനെയോ നിങ്ങളിൽ ഊറിക്കൂടിയ അപരവിദ്വേഷത്തിൽ നിന്നുയരുന്ന ഭയമാണ്. അതൊരിക്കലും ഒരു പുരോഗമന സമൂഹത്തിനല്ല, മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് ചേരുന്നതേ അല്ല എന്നുള്ളതാണ്. നമ്മൾ പരസ്പരം സ്നേഹിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളല്ലേ. ആ സ്കൂൾ യഥാർത്ഥത്തിൽ മാതൃകാപരമായി പെരുമാറാനുള്ളൊരു അവസരം നഷ്ടപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മറ്റൊരു സ്കൂളിൻ്റെ പേര് ഞാൻ പറയാം, അവർ ലേഡീസ് കോൺവെൻറ്റ്. അവർ ലേഡീസ് കോൺവെൻറ്റ് ഇന്നിപ്പോൾ യാദൃച്ഛികമായി ബൈറ്റിൽ കേട്ടതാണ്. TC വാങ്ങാൻ പോകുന്ന രക്ഷിതാവ് പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികളെ ചേർക്കാൻ പോകുന്നത് അവർ ലേഡീസ് കോൺവെൻറ്റിലേക്കാണ്. അവിടെ നിന്നൊരു അധ്യാപക വിളിച്ചു പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഈ കുട്ടിക്ക് ഹിജാബ് ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹിജാബ് ഇട്ട് വന്നിരുന്നു കൊള്ളട്ടെ എന്ന് പറയാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ നമ്മുടെ ചുറ്റും വേണ്ടതും? നമ്മളുടെ കേരളത്തിലെ പൊതുസമൂഹം ഇത്രയധികം ജാഗ്രതയോടെ ഒരു സാമൂഹികമായ സൗഹാർദ്ദ കരുത്തോടുകൂടി നിൽക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പൊതുവിദ്യാലയങ്ങളാണെന്നാണ് എക്കാലത്ത് ഞാൻ പറയുക. തീർച്ചയായിട്ടും എയ്ഡഡ് സ്കൂളുകൾ അതിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഈ പറയുന്ന മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലും ഊറിക്കൂടിക്കൊണ്ടിരിക്കുന്ന വലുതോ ചെറുതോ ആയിരിക്കുന്ന സാമുദായികമായിട്ടുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ പിന്നോട്ടടിക്കുന്നു എന്നതാണ് ഞാൻ പറയുന്നത്. അവിടെ അധ്യാപക നിയമനമാണെങ്കിൽ ശരി, അധ്യാപകരുടെ സമൂഹമാണെങ്കിൽ ശരി, നിങ്ങൾക്കവിടെ വ്യത്യസ്ത സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധികളെ ആ അധ്യാപക സമൂഹത്തിൽ കാണാൻ പറ്റില്ല. ഒരു എയ്ഡഡ് കോളേജിൻ്റെയോ എയ്ഡഡ് സ്കൂളിൻ്റെയോ കഥയാണ് ഞാൻ ഈ പറയുന്നത്. വളരെ കുറച്ച് എയ്ഡഡ് മാനേജ്മെൻറ്റുകൾ മാത്രമേ അവരുടെ മതത്തിൽ നിന്ന് അവരുടെ ജാതിക്ക് പുറത്തു നിന്നുള്ള ആളുകളെ അധ്യാപകരായി പോലും അപ്പോയിൻ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സമൂഹം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു എക്കോ ചേംബറായിട്ട് മാറുന്നുണ്ട്, ഒരു സമുദായത്തിൻ്റെ മാത്രം ഇടമായിട്ട് മാറുന്നുണ്ട്. വിദ്യാലയങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ആകാൻ പാടില്ല. കാരണം കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ സമ്പൂർണ്ണമായ വൈവിധ്യത്തിലാണ് നമ്മളുടെ കരുത്തിരിക്കുന്നത്. ആ വൈവിധ്യം കുട്ടികൾക്ക് മനസ്സിലാവണം. ജനാധിപത്യം എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യുക എന്നതാണ്. മതേതരത്വം എന്നുള്ളത് ഫീൽ ചെയ്യലാണ്. 3 മതത്തിൽപ്പെട്ട കുട്ടികളെ വേഷം കെട്ടിച്ച് ഒരുമിച്ച് കൊണ്ട് നിർത്തുന്നതല്ല യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്വം എന്ന ആശയം കിടക്കുന്നത് നിങ്ങൾക്ക് മതമനുഷ്ഠിക്കുമ്പോൾ എനിക്ക് ഭയമോ ഇൻസെക്യൂരിറ്റിയോ തോന്നാതിരിക്കണം എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹിജാബ് ധരിച്ചു വരുന്ന ഒരാളെ കാണുമ്പോൾ എനിക്ക് ഭയമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇല്ലാതായി പോകുന്നത് മതേതരത്വത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അർത്ഥമാണ്. ആ അർത്ഥമല്ലേ യഥാർത്ഥത്തിൽ മതേതരത്വം? നിങ്ങൾ ഏത് മതം ആചരിക്കുന്ന സമയത്തും അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാകുന്നു. ഇനി മതമില്ലാത്ത ഒരാൾ വന്ന് നിൽക്കുന്ന സമയത്തും അയാളോട് അഭിമാനത്തോടെ എനിക്ക് കൈകൊടുക്കാൻ പറ്റുന്നു എന്നുള്ളിടത്താണ് മതേതരത്വത്തിൻ്റെ ആശയം കിടക്കുന്നത്. ആ ആശയത്തെയാണ് യഥാർത്ഥത്തിൽ ഈ വിവാദം ഇല്ലാതാക്കുന്നത്. അത് വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോ ബിഗിൻസ് വെൻ ലവ് എൻഡ്സ്, അഥവാ ലവ് ബിഗിൻസ് വെൻ ലോ എൻഡ്സ്. നിങ്ങൾക്ക് സ്നേഹം അവസാനിക്കുമ്പോൾ നിയമം തുടങ്ങുന്നു. നിയമത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്, നിയമത്തെക്കുറിച്ച് സംസാരിക്കണം. നിയമവാഴ്ചയുള്ള സമൂഹമാണ്. പക്ഷേ ഒരു സമൂഹം നിയമവാഴ്ചയുള്ള സമൂഹമായി മാറിയത് ആ സമൂഹത്തിലെ സ്നേഹരാഹിത്യത്തിൻ്റെ അടയാളം കൂടിയാണ്. നിങ്ങൾ വീട്ടിൽ വളരെ കുറച്ചല്ലേ സംസാരിക്കാറുള്ളൂ നിയമത്തെക്കുറിച്ച്? നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും വളരെ കുറച്ചല്ലേ നിയമത്തെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ? നിങ്ങൾ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം ഉണങ്ങിപ്പോകുമ്പോഴും അവിടെ നിയമത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്താണ്?
എന്താണ് 2018 ഹൈക്കോടതി വിധി, അതല്ലെങ്കിൽ കർണാടകയിലെ ഹൈക്കോടതി വിധി, സുപ്രീം കോടതിയിലെ സ്പ്ലിറ്റ് വെർഡിക്റ്റ്, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. നിങ്ങൾ സംസാരിക്കുന്നത് നിയമത്തെക്കുറിച്ചാണ്, പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കുട്ടികളെയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് മാനവികതയുടെ സ്നേഹത്തിലൂന്നിയ ആശയത്തിലാണ്. അപ്പോൾ ലോ ബിഗിൻസ് വെൻ ലവ് എൻഡ്സ് എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ മതേതരത്വം എന്നത് ഇറങ്ങിപ്പോകുന്നു, സ്നേഹം എന്നത് ഇറങ്ങിപ്പോകുന്നു, കുട്ടികളോട് കാണിക്കേണ്ട മിനിമം കരുണയും സഹാനുഭൂതിയും ചേർത്തു നിർത്തലും എന്നുള്ളത് ഇവിടെ വറ്റിപ്പോകുന്നു. അങ്ങനെ വറ്റിപ്പോകുമ്പോൾ മതേതരത്വത്തിൻ്റെ വ്യാകരണം ആ ടീച്ചറിന് പിഴച്ചു പോകുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ആ മതേതരത്വത്തിൻ്റെ വ്യാകരണം പിഴച്ച ഒരു സമൂഹമായി അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് അത് മാറരുത് എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് അവർ ലേഡീസ് കോൺവെൻറ്റിലെ അതേപോലെ വിശ്വസിക്കുന്ന മറ്റൊരു മതസ്ഥാപനത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ടീച്ചർ പോന്നോളൂ, എല്ലാവരും പോന്നോളൂ എന്ന് പറയുമ്പോൾ അതിലൊരു സൗന്ദര്യം ഉണ്ടാകുന്നത് എന്നതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഹിജാബ് വിവാദം ഒരു നിമിഷം പോലും തുടരാൻ പാടില്ല. പ്രളയകാലത്ത് നമ്മൾ കൈപിടിച്ചു കയറ്റിയ മനുഷ്യരിട്ടിരുന്നത് ഹിജാബാണോ എന്ന് നമ്മൾ നോക്കിയിട്ടില്ല. വലിയ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്ത് വീടുകളിൽ നിന്ന് മനുഷ്യരെ തേടിപ്പോയ കൈകൾ, ആ കൈകളിൽ ഏതെങ്കിലും തരത്തിൽ നിസ്കാര തഴമ്പുണ്ടോന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നെറ്റിയിൽ നിസ്കാര തഴമ്പുണ്ടോന്നോ നമ്മൾ നോക്കിയിട്ടില്ല. നിങ്ങൾ കിട്ടുന്ന ബോട്ടുകളിൽ കയറിപ്പോയ മനുഷ്യരാണ്. കൊല്ലത്ത് നിന്ന് കടപ്പുറത്ത് നിന്ന് കയറി വന്ന മനുഷ്യർ ഏതു മതത്തിൽ വിശ്വസിച്ചു എന്ന് നോക്കിയിട്ടല്ല അവരുടെ വാഹനത്തിൽ കയറിയത്. ഒരു മനുഷ്യർ അയാളുടെ മുതുക കാണിച്ചു കൊടുത്തപ്പോൾ അയാളുടെ മതം ചോദിച്ചിട്ടല്ല നിങ്ങൾ ആ മുതുവിൽ ചവിട്ടി ജീവിതത്തിൻ്റെ തോണി കയറിപ്പോയത്. ആ ബോധ്യമുള്ള മനുഷ്യരാണ് നമ്മൾ. നമ്മുടെ നാട് ഇപ്പോഴും ഉഷാറായി തന്നെ തുടരും. ഇതൊന്നും കൊണ്ട് നമ്മുടെ സാമുദായികമായ ഐക്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ കരുത്ത് ഈ പൊതു വിദ്യാലയങ്ങളിൽ ഒരുമിച്ചിരുന്നുണ്ടവരാണ്. ബിരിയാണി കൊണ്ടുവരുന്നവരും ഊണ് കൊണ്ടുവരുന്നവരും മീൻകറി കൊണ്ടുവരുന്നവരും ഒക്കെ പരസ്പരം പൊതി പങ്കിട്ട് ജീവിച്ചൊരു മനുഷ്യനുണ്ട്. തട്ടമിട്ട കുട്ടിയുടെയും കൊന്ത ധരിച്ച കുട്ടിയുടെയും പൂണൂൽ ധരിച്ച കുട്ടികളും ഒക്കെ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിച്ചു വളർന്ന പൊതുവിടങ്ങളിലെ പൊതുവിദ്യാലയങ്ങളാണ് നമ്മുടെ കരുത്ത്. അവിടെ ആരും നോക്കിയിട്ടില്ല നിങ്ങൾ ധരിച്ച വസ്ത്രമോ നിങ്ങൾ ധരിച്ച ഹിജാബോ. ആ കരുത്ത് ഇപ്പോഴും പൊതുവിദ്യാലയങ്ങളിൽ തുടരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ചില അൺഎയ്ഡഡ് മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരുന്നത് വളരെ നിരാശയുണ്ടാക്കുന്നു എന്ന് മാത്രമേ ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നുള്ളൂ. അതൊരു മാതൃകയല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സ്കൂളിന് ഇനിയുമുണ്ട് അവസരം. ഇനിയുള്ള 48 മണിക്കൂർ ഈ സ്കൂളിന് മുന്നിലുള്ളൊരു വലിയ അവസരമാണ്. സംഭവിച്ചത് സംഭവിച്ചു. പക്ഷേ ആ സ്കൂൾ നിലവിൽ ഈ കുട്ടിയുടെ വിഷമം കണക്കിലെടുത്താണെങ്കിൽ പോലും ഈ കുട്ടിക്ക് അങ്ങനെ ഹിജാബ് ധരിക്കണമെന്ന് തോന്നിയാൽ ആ കുട്ടി വന്ന് ധരിച്ച് പഠിച്ചോട്ടെ, ആ കുട്ടിയുടെ പഠിപ്പാണ് ഞങ്ങൾക്ക് മുഖ്യം എന്ന് പറയാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ പേരിൽ നിർഭാഗ്യകരമായ 2 പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടി കണ്ടു. അതിലൊന്ന്, ഇപ്പോൾ ലീഗിൻ്റെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു കാര്യം, LDF സർക്കാരിൻ്റെ കാലത്ത് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം നിർത്തി പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അനവസരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എന്നെനിക്ക് പറയേണ്ടി വരും. അത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ തിരുത്തണം. ഒന്നുകിൽ അങ്ങ് ഇതിലെ സർക്കാരിൻ്റെ ഇടപെടൽ അറിഞ്ഞിരുന്നില്ല, അഥവാ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെയാണ് അങ്ങ് സംസാരിച്ചത്. അന്ന് മുതൽ ഇന്നുവരെ നിയമപരവും സാങ്കേതികവുമായ കാര്യങ്ങൾ എതിരായിരുന്നിട്ട് കൂടി വിദ്യാഭ്യാസ മന്ത്രി ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി തന്നെയാണ് നിലയുറപ്പിച്ചത്. ഈ കുട്ടിയുടെ പക്ഷത്ത് തന്നെയാണ് നിന്നത്. ഇപ്പോഴും ഈ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഏത് പുരോഗമന സമൂഹത്തിനും ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു മലയാളി എന്ന നിലയിൽ, ഒരു കേരളൈറ്റ് എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമാണ്. ആ അധ്യാപകൻ മന്ത്രി പറയുകയാണ്, കുഞ്ഞേ നിനക്ക് ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കണോ നീ പറയൂ, ഒരു സ്പെഷ്യൽ ഉത്തരവിലൂടെ അത് സാധിച്ചു തരാം എന്നു പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനം ഉണ്ടാവണം. അത് കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ആ സങ്കല്പം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് സാധ്യമാവുന്നത് അതല്ലേ? നിങ്ങൾ ആലോചിക്കൂ. ഇപ്പോൾ മറ്റൊരു നേതാവ് പറഞ്ഞു 2018 കേസിൽ നിങ്ങൾക്ക് അപ്പീൽ പോകാൻ കഴിയുമോ? കോടതിയിൽ വരട്ടെ, അപ്പോൾ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവാം. പക്ഷേ സർക്കാർ ഇതിന് അപ്പീൽ പോകുമ്പോൾ അതിന് പിന്നിലൊരു രാഷ്ട്രീയമായിട്ടുള്ള കൗശലം മറുപക്ഷത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സമുദായ രാഷ്ട്രീയത്തിൻ്റെ സമവാക്യമാണ്. അവിടെ ഇതാണ് പറയാൻ കഴിയുക. കുട്ടി നിനക്ക് ഏത് സ്കൂളിൽ പഠിക്കണോ, ഒരു സ്പെഷ്യൽ ഉത്തരവിലൂടെ ഞാനത് സാധിച്ചു തരാം. ഏത് എയ്ഡഡ് സ്കൂളിലും ഏത് പൊതുവിദ്യാലയത്തിലും അത് സാധ്യമാകുമെന്നൊരു വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങ് പറയാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് ഒരു പ്രാദേശികമായിട്ട് തന്നെ നേതാക്കൾ ഇത് പരിഹരിച്ച വിഷയമാണെന്നാണ്. സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈബി ഈഡനും DCC പ്രസിഡന്റും പോയി എന്താണ് തീരുമാനിച്ചത്? ഹിജാബ് ധരിക്കാതെ ആ കുട്ടിക്ക് സ്കൂളിൽ വന്നാൽ കുഴപ്പമില്ല എന്നുള്ളതല്ലേ? അക്ഷരാർത്ഥത്തിൽ അത് ആരുടെ താല്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്? അത് ആ PTA പ്രസിഡന്റിന്റെ താല്പര്യത്തെ പ്രതിനിധാനം ചെയ്തതല്ലേ? കാസയിൽ നിന്ന് NPP ആയിട്ട് മാറിയ PTA പ്രസിഡന്റിലെ യഥാർത്ഥത്തിൽ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്, ഈ കുട്ടിയുടെ താല്പര്യത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ഹിജാബ് ധരിക്കാതെ ആ കുട്ടിയെ സ്കൂളിൽ വിടാൻ അങ്ങനെയാണെങ്കിൽ ആ സ്കൂൾ സ്വീകരിക്കുമെന്നുള്ളതറിയാം. പക്ഷേ ആ സ്കൂൾ അധികൃതരുമായി സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയും ഈ വിശാലമായ ആശയം അവർക്ക് പകർന്നു കൊടുക്കുകയുമാണ് വേണ്ടിയിരുന്നത്. ഞാൻ ആ ഇടപെടലിനെ തള്ളിക്കളയുന്നില്ല. കാരണം ഈ പ്രശ്നം ഊതി വീർപ്പിക്കാതിരിക്കാൻ, തീ പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ
ജനപ്രതിനിധികളുടെ ഇടപെടലാണ്. പക്ഷേ KPCC അധ്യക്ഷൻ പറയുന്നത് പോലെയല്ല, അവിടെ ആ പ്രശ്നം പരിഹരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ തീപിടിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടന്നു എന്ന് പറയുന്നതും ശരിയായ തീരുമാനമല്ല. ഇനി നാളെ നടക്കാൻ പോകുന്ന സമസ്തയുടെ തട്ടത്തിൽ മറയത്ത് എന്ന് പറയുന്നത്, തട്ടത്തിൽ മറയത്തെ വർഗീയത, ആ പേര് തന്നെ വളരെ ഭയപ്പെടുത്തുന്ന പേരാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു സമുദായം ഒന്നാകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. നോക്കൂ, എത്രയെത്ര ക്രൈമുകൾ നമ്മൾ കാണുന്നു. ആ കുറ്റവാളികളിൽപ്പെട്ടവരുടെ പേരുകളും അവരുടെ വിശ്വാസങ്ങളും ആരെങ്കിലും തികയാറുണ്ടോ? ഇത് നമ്മളുടെ നാട്ടിൽ സംഭവിച്ചു പോയ ഒരു അബദ്ധമാണ്, നമ്മുടെ നാട്ടിൽ സംഭവിച്ചു പോയ ഒരു വലിയ തെറ്റാണ്. ആ തെറ്റ് തിരുത്താനുള്ളൊരു അവസരം നമുക്ക് അവർക്ക് കൊടുക്കാമെന്നതല്ലാതെ അത് വലിയ ചർച്ചയായി ഊതിപ്പെരിപ്പിച്ച് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെല്ലാം അങ്ങനെയാണ് എന്ന മട്ടിൽ വരുത്തി തീർക്കാൻ എന്ന രീതിയിൽ ആ ചർച്ച പോകരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഏതെങ്കിലും തരത്തിൽ അരക്ഷിതാവസ്ഥ ഒരു മൈനോറിറ്റി വിഭാഗത്തിന് തോന്നിയാൽ ആ രാജ്യത്ത്, ആ സമൂഹത്തിൽ ജനാധിപത്യം എന്നുള്ളത് പടിയിറങ്ങിപ്പോകുമെന്നതാണ് വാസ്തവം. ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ജയിച്ചയാളെക്കുറിച്ച്, ഭൂരിപക്ഷത്തിൻ്റെ പ്രതിനിധിയെക്കുറിച്ചുള്ള ആവേശത്തോടു കൂടിയുള്ള ഓർമ്മകളല്ല. പകരം തോറ്റുപോകാൻ ഒരാൾ അവിടെയുണ്ട് എന്നുള്ളതും തോറ്റുപോയ ഒരാളെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ്, എണ്ണത്തിൽ കുറഞ്ഞു പോയ ഒരാൾ അവിടെയുണ്ട് എന്നുള്ള ഒരു തോന്നലിൻ്റെ പേരാണ്, അയാളെ കൂടി പരിഗണിക്കണം എന്നുള്ളതിൻ്റെ പേരാണ് ജനാധിപത്യം. എപ്പോഴും ഗാന്ധി പറയുന്ന വാക്കുകളുണ്ട് താലിസ്മാനിൽ, നിങ്ങൾക്ക് എപ്പോഴും ആശയക്കുഴപ്പം ഒരു കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സമൂഹത്തിൽ ഏറ്റവും ദുർബലനായ മനുഷ്യൻ്റെ അത് ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്യുമോ എന്നറിയുക. ഒന്ന് മാറ്റിയാൽ നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനായ, എണ്ണം കൊണ്ട് കുറവായ ഒരു മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ അത് മാറ്റിവെക്കാമെന്ന് തീരുമാനിക്കുന്നിടത്താണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കിടക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ജീസസ് ക്രൈസ്റ്റ് ഉണ്ടാവുന്നത്, നമ്മുടെ ഉള്ളിൽ പ്രവാചകൻ ഉണ്ടാവുന്നത്, നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടാവുന്നത് എന്നതാണ് എൻ്റെ പക്ഷം. അതല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇത് ഉണ്ടാവില്ല. ദൈവം ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ സാത്താന്മാരിയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ വേണമോ എന്നുള്ളത് വിശാലമായൊരു ചോദ്യമാണ്. അത് നമുക്ക് മറ്റൊരു വേദിയിൽ ചർച്ച ചെയ്യാം. ഇവിടെ വന്ന് നമ്മൾ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് മാത്രം പറഞ്ഞല്ല പോകേണ്ടത്. പക്ഷേ ഇപ്പോഴും നമ്മളുടെ സങ്കല്പം എന്ന് പറയുന്നത് ഈ പണിശാലകളിലും വായനശാലകളിലും കലാലയങ്ങളിലും ദൈവത്തെ കൂട്ടുപിടിച്ച് ആരും വരാതിരിക്കുക, അവിടെ ആ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി പഠിക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്യട്ടെ എന്നുള്ളതാണ്. തിരിച്ചറിവെത്തി എന്ന് ബോധ്യമാവുന്ന ഘട്ടത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാൻ കഴിയണം. നമ്മൾ പണ്ട് തോറ്റുപോയത്, നേരത്തെ ജിമ്മി പറഞ്ഞ മതമില്ലാത്ത ജീവൻ എന്ന പുസ്തകം പിൻവലിക്കേണ്ടി വന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അന്ന് നമ്മൾ തോറ്റുപോയതാണ്. വീണ്ടും ഒരിക്കൽ കൂടി തോറ്റുപോകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അച്ഛൻ്റെ പേര് അൻസാർ എന്നും അമ്മയുടെ പേര് ലക്ഷ്മി ദേവി എന്നും കേൾക്കുമ്പോൾ ഹെഡ് മാസ്റ്ററുടെ മുഖം ഇങ്ങനെ തലയുയർത്തി നോക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. മനോഹരമായ ആശയമാണ്. അവൻ ഇഷ്ടപ്പെട്ട പേര് അവൻ സ്വീകരിച്ചോട്ടെ, അവൻ ഇഷ്ടപ്പെട്ട മതം അവൻ സ്വീകരിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു യുക്തിയുണ്ട്. ആ യുക്തിയിലേക്കൊക്കെ നമ്മുടെ സമൂഹം വളരണമേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഈ സ്കൂളുകളെയും ഈ കുട്ടികളെയും അതിന് ആരും കരുവാക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. ഛിദ്രശക്തികൾ പല വേഷങ്ങളിൽ പല രൂപങ്ങളിൽ ഇപ്പോഴും രണ്ടറ്റത്തുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Meet the editors.